ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം നീട്ടുന്നതിനെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ തീരുമാനം വളരെ പാകവും പക്വവുമാണ് എന്നാണ്. ഒരു നിലക്കും തീരെ നീട്ടിക്കൂടാന്നല്ല ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ജമൽ റിവായത്ത് ചെയ്തിട്ടുണ്ട് ആ സംഭവം കേട്ടോ. അഫ്ത ഇബ്നു സ്വലാഹി എടുക്കുന്നു. അഫ്ത ഇബ്നു സ്വലാഹി ബിഅന്നഹു ഇൻ ഖല്ല ഹുദൂറുഹു ഖഫഫ വഇൻ കസുറ ഹുദൂറുഹു طول. قال في المجموع هو حسن متعين ജമൽ. വായിക്കുന്ന കേട്ടാൽ മനസ്സിലാകും. ഷോർട്ടായ ഇബാറത്ത് ജമലിൻ്റെ. അഫ്ത ഇബ്നു സ്വലാഹി ബിഅന്നഹു ഇൻ ഖല്ല ഹുദൂറുഹു ഖഫഫ ഇൻ ഖല്ല ഹുദൂറുഹു ഖഫഫ വഇൻ കസുറ ഹുദൂറുഹു طول. ഇതിനെ സംബന്ധിച്ച് മജ്മൂഅ് പറയുന്നു ഹുവ ഹസനുൻ മുതഅയ്യിൻ. ഇനി ഇതിൽ നിന്ന് കാര്യം മനസ്സിലാക്കും. ആൾക്കാർ അധികരിച്ചാൽ എന്നല്ല, ഇൻകല്ലൻ്റെ ആൾക്കാർ കുറഞ്ഞാൽ എന്നല്ല. ഇൻകല്ല ഹുദൂറുഹു, അവൻ വരവ് നന്നേ കുറവാണെങ്കിൽ എന്ന്. എപ്പോൾ ഒരിക്കൽ കയറി വന്ന ആളാണ്. കസുറ ഹുദൂറുഹു, ഇവൻ വന്നുകൊണ്ടേയിരിക്കാറുണ്ട്. ആള് കുറഞ്ഞതിനും കൂടുതലല്ല പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാകും. ഞാൻ ഇതുവരെ പറഞ്ഞ മസലയിൽ നിന്ന് വിഭിന്നമാകുമ്പോൾ നാം ഇടും. എന്നിരുന്നാലും അഫ്ത ഇബ്നു സ്വലാഹി റഹ്മഹുല്ലാഹ് ഫത്വ ചെയ്തു. ഫീമാ ഇദാ ലം യർള, നമസ്കാരം നീട്ടുന്നത് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ, വാഹിദുൻ ഔ ഇസ്നാനി ഔ നഹ്വുഹുമാ, ഒരാൾ അല്ലെങ്കിൽ രണ്ടാള് അല്ലെങ്കിൽ അവരെ പോലാത്തവർ. ഇവിടെ പങ്കെടുക്കുന്ന ജമാഅത്തുമായിട്ട് നോക്കിയാൽ അവർ ഒന്നുമല്ല, എണ്ണം നോക്കിയിട്ടല്ല. ഇവിടെ പങ്കെടുക്കുന്ന ജമാഅത്തുമായി നോക്കിയാൽ ന്യൂനപക്ഷം, അവർ വെറുക്കുന്ന പോലും. എന്തിനെ? തത്വീലിനെ. എന്നാൽ ലിഉദ്രിൻ, എന്തിനു വേണ്ടിയാണ് പൊരുത്തപ്പെടാതിരുന്നത്? ലിഉദ്രിൻ, തക്കതായ കാരണം കൊണ്ട്. നീട്ടിവലിക്കാൻ അവരെ കൊണ്ടാവൂല. സമ്മതം കൊടുക്കാമെന്ന് വിചാരിച്ചാലും അവരെ കൊണ്ട് സാധിക്കോ? അന്നേരം എന്താ വേണ്ടത്? ബിഅന്നഹു യുറായി, ഇമാമ് പരിഗണിക്കണം. ഫീ നഹ്വി മറ, ഒരു നമസ്കാരത്തിൽ, ഒരു നമസ്കാരം പോലാത്തത്. ചുരുങ്ങിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ നമസ്കാരത്തിൽ എന്താക്കാം? ഇവൻ്റെ കൗല് പരിഗണിച്ചിട്ട് അമൽ ചെയ്യാം. ബാക്കി 999 ആളും അവിടെ നിൽക്കട്ടെ എന്നാണ്. ഈ കൂട്ടത്തിൽ ഒരാൾ പെട്ടുപോയിന് പോലും. എന്നാൽ ഇവനും കൂടെ നീട്ടാൻ സമ്മതം തന്നൂടെ? അവനെ കൊണ്ട് തരാനും കഴിയില്ല. നിഹായത്തൻ ലിഹഖിർ റാളീൻ, കൂടുതൽ പ്രാവശ്യം പരിഗണിക്കാൻ പറ്റൂല. അല്ലേ? പൊരുത്തപ്പെടാത്ത ഇയാളെ, ഈ ന്യൂനപക്ഷത്തെ അത്രത്തോളം പരിഗണിക്കാൻ പറ്റൂല. എന്ത്? ആരുടെ ഹക്ക് കണക്കിലെടുത്തുകൊണ്ട്? നീട്ടാൻ വേണ്ടി പൊരുത്തപ്പെട്ടവരുടെ ഹക്ക് കണക്കിലെടുത്ത്. അവർ വെറുതെയാവൂല, അവർ നീട്ടാൻ പൊരുത്തപ്പെട്ടവരല്ലേ. ഇത്രയും വലിയ ജനസമൂഹത്തിൽ നിന്ന് വലിയൊരു വിഭാഗം നീട്ടാൻ പറഞ്ഞവരല്ലേ. അപ്പോൾ അവരെ കണക്കിലെടുക്കണ്ടേ? ലിയല്ലാ യഫൂത ഹഖുഹും,
അവരുടെ ഹക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിവാഹിദിൻ ആ ഫീനഹവി മറ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നർത്ഥം. അക്സറേതായാലും വേണ്ട. ഫീ ഹുദൂരിഹി നഹവ മറാൻ ലായിൻ ലാസമൽ ഹുദൂറ അല്ല ജമലി പറഞ്ഞത്. യൻകല്ല ഹുദൂറുഹു ഖഫഫ വഇൻ കസുറ ഹുദൂറുഹു തഫല. ഇവൻ്റെ കാര്യം പരിഗണിക്കണം പോലും. ഇവൻ എണ്ണം കൊണ്ടും കുറവാണ്, ഹുദൂറ് കൊണ്ടും കുറവാണെങ്കിൽ എന്താക്കാം ഖഫഫ. എപ്പോഴും വരുന്ന ആളുമാണ്, ഒരാളെ ഉള്ളൂ, 1000-1 ഉള്ളൂ എങ്കിൽ കാലാകാലം ഇവനെ പരിഗണിച്ചാൽ ശരിയാവോ? എന്തേ റാലികൾ ഒന്നിനും കൊള്ളാണ്ടാവില്ലേ? ഇവൻ എപ്പോഴെങ്കിലും കയറി വന്ന് പെട്ടുപോയതാണ്, ഇവൻ പൊരുത്തം തരുന്നുമില്ല പോലും. എന്നാൽ ഈ കുറി എന്താക്ക് തഖ്ഫീഫാക്കി കൊടുക്ക്. ഇവൻ തന്നെ ദായിമയായിട്ട് ഇവിടെ വരുന്നു, എന്നിട്ട് തത്വീലാക്കുന്നത് മുടക്കുകയും ചെയ്യുന്നു. എന്നാ വഴിപ്പെടണ പറഞ്ഞ മനസ്സിലായില്ലേ? വഫിൽ മജ്മൂഇൽ പറയുന്നു അന്നഹു ഹസനുൽ മുതഅയ്യിൻ, വളരെ നല്ല ഉഷാറായിട്ടുണ്ട് ഈ സമർത്ഥനം. അവിടെ പങ്കെടുക്കുന്ന ജനങ്ങളുമായിട്ട് നോക്കിയാൽ ഇവൻ വളരെ കുറഞ്ഞത്. ഇവൻ സമ്മതം തരുന്നില്ല, തരാൻ വിചാരിച്ചാൽ ആവില്ല. ഇവൻ ദായിമിയായി വരുന്ന ആളാണെങ്കിൽ ഇവനെ തന്നെ പരിഗണിച്ചാൽ ആര് മോശമായി പോവും? റാലിങ്ങൾ. അപ്പം എന്ത് വേണം? ഇവൻ വരുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എന്താക്കുക? തഖ്ഫീഫാക്കുക. മറ്റുള്ളവർ പരിഗണിച്ചിട്ട് ബാക്കി സമയത്തെല്ലാം എന്താക്കുക? തത്വീലാക്കുക. ഇവൻ തന്നെ ലാസിമാക്കാൻ തുടങ്ങിയാലോ ഇവൻ കാലാകാലവും വന്നുകൊണ്ടിരിക്കുന്നു പോലും. ഇവൻ പറയുന്നത് നീട്ടാനേ പാടില്ല എന്ന്. എന്നാല് അല്ലേ, ഇത് ഇബ്നു സലാഹ് തങ്ങളുടെ ഫത്വയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മസലക്ക് എതിരാണിത്. ഒരാളെങ്കിലും നീട്ടാൻ ഇഷ്ടപ്പെടാതെ ആളുണ്ടെങ്കിൽ നീട്ടാൻ പാടില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞത് അല്ലേ? അത് നോക്ക്. വയത്രലഹുല്ലദ്റായിയും ഇബ്നു സലാഹിനെ എതിർത്തു അദ്റായി ഇമാമ് കസുബ്കി തഖീദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തങ്ങളും ബിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖഫഫ ലിബുകായി സ്വബിയീൻ. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് നബിയുനാ റസൂലുള്ളാഹി എന്താക്കിയിട്ടുണ്ട്? عن نبي قتادة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال نبينا رسول الله തങ്ങൾ പറയുന്നു ഇന്നി ലാ ഖൂമു ഫി സ്വലാത്തി, നമസ്കാരത്തിൽ ഞാൻ പ്രവേശിക്കും, ഉരീദു അൻ ഉതവ്വില ഫീഹാ, നീട്ടി വലിക്കാൻ ആഗ്രഹിക്കും. ആ സമയത്ത് ഫഅസ്മഉ ബുകാ സബിയ്യി ഫഅതജവ്വസു ഫീ സ്വലാത്തി, എൻ്റെ നമസ്കാരം ഞാൻ എന്താക്കി മാറ്റും? ലഘൂകരിക്കും. കറാഹിയത അൻ അശുഖ അലാ ഉമ്മിഹി, റവാഹുൽ ബുഖാരി. വശദ്ദദ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമാക്കിയില്ലേ അന്നകീറ, എതിർപ്പ് മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മേലെ ഈ തത്വീലിഹി, അവർ നമസ്കാരത്തിൽ നീട്ടിയതിനെ പറ്റി ഹദീസിലുണ്ടല്ല. മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശകാരിച്ചത്, ഉള്ളവരെ ആട്ടിയോടിക്കേണ്ട ആവശ്യം എന്ത്? നിങ്ങളുടെ നമസ്കാരം നീണ്ടത് കൊണ്ടല്ലേ ആള് വരാതായിപ്പോയത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. വലം യസ്തഫ്സിൽ, വിശദീകരണം തേടിയില്ലല്ലോ. ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിശദീകരണം തേടീനാ? റാലിങ്ങളാണോ അധികോ അല്ല വെറുക്കുന്ന ആളാണോ അധികോ? ഇയാൾ തന്നെ എപ്പോഴും വരുന്നയാളാണോ അല്ല സ്ഥിരമായി വരുന്നയാളാണോ?
എന്നുള്ള തഫ്സീർ തേടാണ്ട് നീട്ടാൻ പാടില്ല എന്നല്ല ഇത്ലാഖല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഫത്വ സഹിയാവോ? കൂടാതെ ബബിയന്ന മഫ്സദത തംഫീരി ഗൈരി റാളി ലാ തുസാവി മസ്ലഹതഹു, റാളികളുടെ മസ്ലഹത്തിനോട് സമമല്ല ആരുടെ തംഫീർ? ഗൈറുർ റാളിയുടെ തംഫീർ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാതെ ആളെ ആട്ടി ഓടിക്കലുണ്ടല്ലോ, അതും ഉള്ളവരെ തൃപ്തിപ്പെടുത്തലും നോക്കിയാൽ ഏതാ കർശനം വേണ്ടത്? ആട്ടി ഓടിക്കാതിരിക്കേ വേണ്ടി. അവിടെ തിരിച്ചിട്ടർത്ഥം പറയണ്ടി, തിരിച്ചിട്ടർത്ഥം പറയും. വബിയന്ന മസ്ലഹത റാളി ലാ തുസാവി മഫ്സദത തംഫീരി ഗൈരി റാളി എന്നർത്ഥം. റാളിയുടെ പൊരുത്തം അത് തുല്യമല്ല ഇതിനോട്, ഗൈറുർ റാളിന്റെ വിരണ്ടോട്ടത്തോട്. ഏതാണ് ശക്തം? തംഫീർ. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? നീട്ടാണ്ടെടുക്കണം. വൗജിബ ബിഅന്ന ഖിസ്സതൈ ബുകായി സ്വബിയ്യി വമുആദിൻ ലാ കസ്റത ഫീഹിമാ. നമ്മൾ ഇബ്നു സലാഹിൻ്റെ ഫത്വ ഉദ്ധരിച്ചത് ആൾക്കാർ കുറേ അധികമുണ്ട്. ആ കൂട്ടത്തിൽ നീട്ടാൻ പാടില്ല എന്ന് പറയുന്ന കുറഞ്ഞ ആളുണ്ട് എന്ന സംഭവമല്ലേ. ഈ രണ്ട് സംഭവത്തിലും കസ്റത്തില്ല. രണ്ട് സംഭവം? കുട്ടി കരഞ്ഞ സംഭവത്തിലും അവരുടെ പിന്നാലെ നീട്ടാൻ പാടില്ല എന്നാള് പറഞ്ഞ സംഭവം ആളെ ഉള്ളൂ. ഇബ്നു സലാഹ് പറഞ്ഞ പോലത്തെ സംഭവമല്ല. ഏത്? എന്താണ് അതില് പരാതി പറഞ്ഞു? ഇല്ല, റാളിങ്ങൾ അധികം ഉണ്ടെന്നാണ് കിട്ടുന്നോ? അതിൽ നവറുണ്ട്. റാളിങ്ങളെ പലരും ഉണ്ടായിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നേരെ പരാതി കൊടുത്തുന്നല്ലോ പറഞ്ഞില്ലേ. അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ട്, അതിൽ റാളിങ്ങളുണ്ട് എന്ന് തന്നെയാണ് സംഭവം മനസ്സിലാക്കി തരുന്നത്. റാളിങ്ങളില്ലാന്നിങ്ങനെ ഉറപ്പിക്കൽ. ഇനി പൊതുവെ നീട്ടുന്നതിൻ്റെ സംഭവമാണ് പറയുന്നത്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലും, അതിനു വേണ്ടി നീട്ടി 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 കൊണ്ടുപോക്ക്. ആ നീട്ടൽ ഹറാമുണ്ട്, കറാഹത്തുണ്ട്, സുന്നത്തുണ്ട്. മുൻഫരിദിന് സുന്നത്താണ് നമസ്കാരം നീട്ടി 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 കൊണ്ടുപോക്ക്. ആരെങ്കിലും കിട്ടിയ ആവോങ്കിൽ ജമാഅത്തിന് ഇമാമിന് അങ്ങനെ നീട്ടാൻ പറ്റുമോ? ആള് വരുന്നുണ്ട് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ആക്കം കൊടുക്കലാകും. മെല്ലെ വന്നാൽ മതി, എന്നാൽ ഇമാം എന്നെ കാത്തിരിക്കും എന്ന് കരുതുമല്ലോ. ഇമാമിന്റെ കറാഹത്താക്കപ്പെടും നീട്ടൽ. ചേരാൻ വേണ്ടിയായാലും ശരി. ഇവിടെ ഇല്ലാത്തവർ വന്നുകൊണ്ടേയിരിക്കും. നീട്ടിയാല് അങ്ങനെ നീട്ടണോ? അവൻ ബുദ്ധിമുട്ടാക്കിയതിന് വേണ്ടി ഉള്ളവർ ഏതോ വരാനിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഈ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കലായില്ലേ. ഒരു കാരണം അതാണ്. ആദിരീങ്ങൾക്ക് പ്രയാസം. തക്സീരിൽ മുതഅഖിരീന. രണ്ടാം കാരണം, വൈകി വന്നവർ വീഴ്ച വരുത്തി ബിഅദമിൽ മുബാദറ, പെട്ടെന്ന് എത്താതിരിക്കൽ കൊണ്ട്. ഇമാമിൻ്റെ കൂടെ നല്ലവണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്തെ ഒരുങ്ങിയിട്ട് സംവിധാനം ചെയ്യണ്ടേ? അപ്പോൾ അവരുടെ ന്യൂനതയല്ലേ അത്. വൈങ്കാനൽ മസ്ജിദു, ഇവൻ നേതൃത്വം കൊടുക്കുന്ന പള്ളി ആയാലും ശരി, ബിമഹല്ലിൻ, ഒരു സ്ഥലത്താണ്. ആദത്തുഹും യഅ്തൂനഹു അഫ്വാജാ, ജമാഅത്ത് തുടങ്ങിയാൽ മാത്രമേ ആൾക്കാർ വരുന്നുകൊണ്ടിരിക്കുള്ളൂ. ആദ്യം തന്നെ എന്താകൂല, ഒന്നില്ല. തുടങ്ങി എന്നറിയുമ്പോൾ ഓടി വരുള്ളൂ.
എന്നാലും ശരി നീട്ടണോ? അവർക്ക് പ്രതീക്ഷ ഉണ്ടോ നമ്മളൊന്ന് കണക്കിലെടുക്കും, ഇത്രേ തീർത്തു പോവില്ല, എന്നാലും ശരി അവർക്ക് വേണ്ടിയിട്ട് നീട്ടാൻ പാടില്ല. കഴത്തുരില്ല. ഈ മസ്അല ആക്ഷേപിക്കപ്പെട്ടു. സ്വീകാര്യോഗ്യമായ ഹദീസുകളിൽ ഉണ്ടല്ലോ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുതീലുൽ ഊലാ ലിയുദ്രികഹാ അന്നാസു എന്ന സ്വഹീഹ ഹദീസിലുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാം റക്അത്ത് നീട്ടി വലിക്കാറുണ്ട്, ജനങ്ങൾക്ക് ആ റക്അത്ത് കിട്ടാൻ വേണ്ടി തുടങ്ങിയ ഉടനെ നീട്ടാറുണ്ട്. അപ്പം എന്താ, നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹക്ക് പോലെ എടുത്ത് നീങ്ങാൻ പാടില്ല. നീട്ടി 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 എന്താക്കണം, വാഹനം സ്റ്റാർട്ട് ചെയ്താൽ കാണുന്നില്ലേന്ന് കുറേ സമയത്തേക്ക് സ്പീഡ് കുറച്ച് 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 അങ്ങോട്ടെത്തുമ്പോഴല്ലേ സ്പീഡാക്കലി, അതേപോലെ എന്താക്ക് കീല. അതുകൊണ്ട് പറയപ്പെട്ടിരിക്കുന്നു ഫൽ തുസ്തസ്നൽ ഊലാ, ഒന്നാം റക്അത്തിന് ഒഴിവാക്കപ്പെടണം. നീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി റക്അത്തുകളിലാണ് നീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞത്. തീർച്ചയായും എവിടെ നീട്ടണം? എന്തിൽ നിന്നും ഇന്നിത്തിലാഖിഹിം, നീട്ടാൻ പാടില്ല എന്നതിൽ നിന്ന് ഏതൊഴിവാക്കിയിട്ട് സംസാരിക്കണം. പക്ഷെ മാലം യുബാലി തത്വീലിക, അതിന് കടന്നാലൊഴികെ അതും പറയുന്നുണ്ട്. ഒന്നാം റക്അത്ത് നീട്ടാന്ന് പറഞ്ഞൊരു സുബഹിക്ക് തുടങ്ങിയിട്ട് ഉച്ചയായിട്ടും ആളെത്തുന്നില്ലെങ്കിൽ അങ്ങനെയും നീട്ടാന്നാ, ഒരല്പം നീട്ടാന്നല്ലേ പറഞ്ഞത്, അതും വേണ്ടതില്ല എന്നാണ്. ഒന്നാം റക്അത്തിന് അങ്ങനെ ഖുസൂസിയത്തൊന്നും കൊടുക്കൂല എന്നാണ്. ഈ ഹദീസ് കണ്ടുകൊണ്ട് അവർ മനസ്സിലാക്കിയത് എന്താ, നീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് എവിടെ മാത്രം ഒന്നല്ലാത്തതാണ്. ഈ ഒന്ന് തന്നെ കണക്കിലെപ്പുറം നീട്ടണമെന്ന കൗലി ഇവർക്കുണ്ടോ? ഇല്ല. എന്നാൽ വല്ലദീ ദല്ല അലൈഹി കലാമുഹു നദുബു തത്വീലിഹാ അല സാനിയ, പണ്ഡിതന്മാരുടെ കലാം അറിയിച്ചത് ഒന്നാം റക്അത്ത് നീട്ടല് സുന്നത്ത് തന്നെയാണ്. അലസാനിയത്തി, ആ നീട്ടൽ ഏത് നീട്ടലാണ്? ആദ്യത്തേൽ വലിയ സൂറത്ത്, രണ്ടാമത്തേൽ ചെറുതാകണ്ടേ, പിന്നെ ഒന്നാമത്തേൽ ഇതുണ്ടാവില്ലേ വജ്ജഹത്തു, അങ്ങനെയെല്ലാം നോക്കി നീളുന്നതല്ലേ. അതല്ലാണ്ടും നീട്ടലുണ്ട് പോലും, കുറച്ച് സ്റ്റൈല് കൊണ്ട് തന്നെ നീളുന്നുണ്ട് പോലും. ഒന്നാമത്തെ രണ്ടാമത്തേതിനേക്കാണ്. മറ്റേ നീളലല്ല പറഞ്ഞത്. ഒന്നാമത്തേൽ വജ്ജഹത്തും ഉണ്ടാവുമല്ലോ, പിന്നെ ഒന്നാമത്തേൽ സൂറത്ത് വലുതാകണമല്ലോ, അതിലൊന്നും ആർക്കും തർക്കമില്ല. പൊതുവേ നോക്കിയാണെങ്കിൽ ഈ നമസ്കാരത്തിന് രണ്ടാം റക്അത്തിന് ഇല്ലാതൊരു നീളലുണ്ട് പോലും. ഇതൊന്നല്ല അവർ പറഞ്ഞത്. രണ്ടാമത്തേതിനേക്കാണ് ഒന്നാമത്തെ നീളണം എന്ന് പറഞ്ഞത്. ഈ ഞമ്മൻ പറഞ്ഞ വജ്ജഹത്ത് കൊണ്ട് നീളലും സൂറത്തിൻ്റെ വലിപ്പം കൊണ്ട് നീളലും അല്ല, അതെല്ലാവരും സമ്മതിക്കുന്നു. പൊതുവേ ഈ നമസ്കാരത്തിൻ്റെ റക്അത്ത് തന്നെ എന്താകണം? ലാക്കിൻ ലാ ബിഹാദൽ ഖസ്തി, ആ നീട്ടല് വരാനുള്ള ആൾ വരട്ടെ എന്ന കരുത്തിലാണോ? അല്ലല്ല. പിന്നെ ഒന്നാം റക്അത്തിലാണ് ആവേശോജ്ജലത, അതുകൊണ്ടാണ് എന്താകുന്നത്, ഒന്നാമത്തെ റക്അത്ത് ഇത്ര സഫലമാകുന്നത്. പിശാചിന്റെ കുത്തിത്തിരിപ്പോ കുറവാണ്. കുറെ അങ്ങോട്ടെത്തുമ്പോൾ എന്താകുന്നത്, വസ്വാസിലേക്ക് കണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒന്നാം റക്അത്ത് സുശക്തമായത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒമൻ
പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ല, വരുന്നവർക്ക് വരാലോ, അവർക്ക് റക്കാത്ത് കിട്ടുമല്ലോ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താന്ന്? റക്കാത്ത് കിട്ടാൻ വേണ്ടി നീട്ടണം എന്നല്ല. ഇതിൻ്റെ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടം ഏതുണ്ട്? കിട്ടിപ്പോകുന്നുണ്ട്. അല്ലാണ്ട് അതിന് വേണ്ടി നീട്ടിന്ന ഒമൻ സ്വറഹ ബിഅന്ന മിൻ ഹികമിഹി ഫിൽ ഇമാമി ഈ റക്അത്തിനെ എത്തിക്കുക ജമാഅത്ത് ഉദ്ദേശിച്ച ആള് എന്ന ഒരു പ്രയോജനം ഇതിലുണ്ട്. ഇമാമ് കിട്ടിയാൽ എന്ന് വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറാദുഹു അന്നഹാദാ മിൻ ഫവായിദിഹാ, നീട്ടുന്നതിൻ്റെ ഫായിദകളിൽ ഒരു ഫായിദ ഇതാണ്. നീട്ടുന്നതിൻ്റെ ഹുജ്ജത്ത് ഇതാണ് എന്നല്ല. നീട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇങ്ങനെയുള്ളൊരു ഫായിദ ലഭിക്കും. ഇതിന് വേണ്ടി നീട്ടിയതല്ല. ലാ അന്നഹു യഖ്സിദു തത്വീലഹാ ലിദാലിക. എന്തല്ല മുറാദ്? നീട്ടുമ്പോൾ അവൻ കരുതണം ജമാഅത്ത് കിട്ടുക എന്നത്. അങ്ങനെയാണോ? അല്ല. പിന്നെ എന്തെങ്കിലും ഒരു സബബ് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യത്തിന് എന്ത് കിട്ടിപ്പോയി? കിട്ടിപ്പോയി. അത് നമ്മൾ മുടക്കുന്നില്ല. അല്ലാണ്ട് അവർക്കും വേണ്ടി നീട്ടലാണോ? അല്ല. ജനങ്ങൾ പൊരുത്തപ്പെട്ടാലും ഈ വരാനുള്ളവർക്ക് വേണ്ടി നീട്ടാൻ പാടില്ല എന്ന അവസര റാഹത്താണ്. ജനങ്ങൾ പൊരുത്തപ്പെട്ടാലും ശരി, ഇവരെ ബുദ്ധിമുട്ടിച്ചതല്ല. ഈ ഉദാസീനത കാണിക്കുന്ന ആളെ ഇത്ര ബഹുമാനിക്കുന്നത് എന്തിന് എന്ന് വെച്ചിട്ടാണ്. ഈ എത്തിപ്പെട്ടയാളെ കാത്തിരിക്കുന്ന അവസ്ഥയല്ല ഇത്. അക്കാത്തിരിക്കുന്നത് വേറെ വരുന്നുണ്ട്. അവിടെ സുന്നത്തുണ്ട് റുക്കോയില്. അതുപോലെ അതെ, അവർക്ക് ഒന്നുമില്ലെങ്കിൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും അവസാനത്തെ തഹിയ്യാത്തിൽ കാത്തിരുന്നാൽ. മറ്റേതിനെന്ത് കിട്ടും? അങ്ങനെ പല സ്ഥലത്തും കാത്തിരിക്കൽ സുന്നത്തായ സ്ഥലമുണ്ട്. അതല്ല ഇപ്പം പറയുന്നത്. എവിടെയോ എങ്ങനെയോ അറിഞ്ഞു തിരിഞ്ഞു കണ്ട് നടക്കുന്ന ആള് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരുന്നാൽ നമസ്കാരത്തിന് നിലയും വിലയും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ നീട്ടേണ്ടത് മുൻഫരിതാണ്. ആളെ കാണാതെ നിസ്കാരം അങ്ങ് തുടങ്ങി, ജമാഅത്തില്ലാതെ നെടുവീർപ്പിട്ട്, എന്നാ കണക്കും കയ്യുമില്ലാതെ നീട്ടിയാൽ എന്തായി? ഖൗലു റാവി, ഹദീസിന്റെ റാവി പറഞ്ഞല്ലോ കൈ യുദ്രികഹ അന്നാസു. ഹദീസിന്റെ അവസാനത്തിലുണ്ട്. അങ്ങനെയുണ്ട്. നാസ് എത്തിക്കാൻ വേണ്ടി ജമാഅത്തിനെ റക്അത്തിനെ എന്ന് പറഞ്ഞതോ? അപ്പൊ റാവി പറഞ്ഞതല്ലേ കേൾക്കേണ്ടത്. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, അബൂദാവൂദ് എല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. കൈ യുദ്രികഹ അന്നാസു എന്നും കൂടി അതിൽ തത്മീമുണ്ട്. അപ്പൊ എന്താ കിട്ടുന്നത്? അത് തഅബീറുൻ അമ്മാ ഫഹിമഹു, റാവി മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. ഹദീസ് മുന്നേ തീർന്ന്, ബാക്കി ബയാൻ ആര് പറഞ്ഞതാണ്? റാവി മനസ്സിലാക്കിയത് അങ്ങനെയാ. ഈ നീട്ടുന്നത് എന്ത് കരുതിയിട്ടാണ്? അല്ലാതെ ലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസദ ദാലിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാക്കി പറഞ്ഞോ? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീട്ടിയത് ഈ വരാനിരിക്കുന്ന ആളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് ജമാഅത്ത് കിട്ടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതായിട്ട് രേഖണ്ട. അപ്പോ ഹക്ക് ആര് പറഞ്ഞത് തന്നെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെയാണ്. എന്താ പണ്ഡിതന്മാർ? രണ്ടാമത്തതിനേക്കാണ് ഒന്നാമത്തത് നീളണം. അത് വേറെന്തല്ലോ കാരണം കൊണ്ടാണ് നീളുന്നത്, അല്ലാണ്ട് ആർക്ക് വേണ്ടിയിട്ടില്ല, കിട്ടാൻ വേണ്ടിയല്ല എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അല്ല, അത്
അത് പിന്നെ അല്ലെങ്കിലും വേണമല്ലോ. പൊതുവെ കുറച്ച് നീളട്ടെ എന്നാ പറയും, കുറേ സ്ലോവാക്കി നിസ്കരിക്കാം. കീല ഇനിയൊരു ചോദ്യം, വരാനിരിക്കുന്ന മസലയിൽ സുന്നത്ത് എന്ന് പറഞ്ഞു, വയുന്തമുത്തത്ത് വീലോ ഒരു മസല വരുന്നുണ്ട്. വരാനിരിക്കുന്ന മസലയിൽ എന്താ കൊടുക്കുന്നത്? അവിടെ ഒന്ന് തിരുത്താനുണ്ട്. ഷെർവാനിയിൽ വൈൻഖാന ലി അൽഹഖഹു എന്ന് പറഞ്ഞ ഷെർവാനി ഒന്ന് എടുത്താ, വൈൻഖാന ലി അൽഹഖഹു അവിടെ ഒരു തിരുത്ത്. 4-ാം വരി എന്നിട്ട് അതിൻ്റെ അപ്പുറം അല്ല അന്തൽഹഖഹു എന്നായി പോയി. ഇതിൽ ബിമൻ യൽഹഖഹു എന്നാ വേണ്ടത്. 4-ാം വരിയിൽ നിന്ന് ഞാൻ അത്തത്വീലു ലിതക്സീരിൽ ജമാഅത്തി അതിൻ്റെ അപ്പുറം അന്തൽഹഖഹു എന്നല്ല, ബിമൻ യൽഹഖഹു മക്റൂഹുൻ. ബിമൻ യൽഹഖഹു വരാനിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നീട്ടി വലിക്കൽ എന്ത് തന്നെയാണ്? വൈൻ റളിയൽ മഹ്സൂറൂൻ, ഈ ഉള്ളവർ എന്തായാലും ശരി. കാരണം ഈ ഉള്ളവരെ കാണിയും വലിയ ബഹുമാനം ആർക്ക് കൽപ്പിക്കലായി പോയി? ബിമൻ യൽഹഖഹു എന്നാണ്. അതിലെ ഇനി മസല പറഞ്ഞു, ഇന്നമാ ജസമൂഹുനാ ബിൽ കറാഹ. ഇവിടെ എന്ത് പറഞ്ഞു? പറഞ്ഞു. എന്നിട്ട് അൽ ഖിലാഫ ഫിൽ മസ്അലതി അഖിബഹ. ഇതിന്റെ പുറകെ വരുന്ന മസലയിൽ എന്ത് പറഞ്ഞു? മത്തിനെന്നതാ നീട്ടൽ സുന്നത്താണ്. വലോ അഹസ്സൽ ഇമാമു ഫി റുകൂഇ അവി തശഹുദിൽ അഖീരി ബിദാഖിലിൻ ലം യുക്റഹ ഇന്തിലാറുഹു ബൽ യുസന്നു. അവിടെ എന്ത് മേത്തമതാക്കി? സുന്നത്ത്. അതിനൊരു കാരണം പറഞ്ഞത് ലിയന്ന തിൽക ഫീമൻ ദഖല വഅറഫ ബിഹിൽ ഇമാമു ബിഖിലാഫി ഹാദിഹി. പരമാവധി എന്താ ന്യായം പറയാൻ സാധിക്കുക? ലിയന്ന തിൽക തിൽക ഫീമൻ ദഖല വഅറഫ ബിഹി അൽ ഇമാമു ബിഖിലാഫി ഹാദിഹി. ഇത് ആരാണ് വരാനിരിക്കുന്നത് എന്ന് അറിയാത്ത രൂപാന്ന് പോലും. മറ്റേതോ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ സുന്നത്തു എന്ന് പറഞ്ഞത്. വഹുവ ബഈദുൻ ഫീമാ യഅതി വന്നില്ലേ? ബഈദാണ്, അത് സഹിയല്ല. അന്യായം. മസല ശരി തന്നെ. വരാനിരിക്കുന്ന മസലയിൽ മന്ദൂബും ഇവിടെ കറാഹത്തും തന്നെയാണ്. അതിന് കാരണം പറഞ്ഞത് ഇവിടെ ഫീമൻ ദഖല പള്ളിയിൽ കടന്നെത്തിയിട്ടുണ്ട്, വഅറഫ ബിഹിൽ ഇമാമു. അത് ആരാണ് കടന്നു വന്നത് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? ബിഖിലാഫി ഹാദിഹി. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാൽ ആ ന്യായം ബഈദുൻ. ഇത് മഅരിഫത്തുഹു അറഫ ബിഹിൽ ഇമാമു എന്ന് പറഞ്ഞില്ലേ? അതെന്ത് മഅരിഫത്താ? ഏതോ ഒരാൾ വന്നിട്ടുണ്ട് എന്നാ, അല്ല വന്ന ആളെ മനസ്സിലായി കിട്ടിയെന്നാ അറഫ. ഏതോ ഒരാൾ എന്നാ ഇന്നുരീദ ബിഹാ മഅരിഫത്തു ദാതിഹി. ആ വന്നയാളുടെ ദാത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ കറാഹത്ത് കൂടലാണ്. കാരണം നീട്ടുന്നതിൽ അങ്ങനെ വിവേചനം പാടില്ല പോലും, വ്യക്തി വിവേചനം. ഈ വന്നയാള് ഇന്ന മനുഷ്യനാണ്, ഇന്നയാളല്ല ഇന്നയാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിൽ തസ്രീക്കാ വരുന്നു. അള്ളാഹുവിൻ്റെ ദാത്തിന് വേണ്ടിയിട്ട് വജീഹിന് വേണ്ടിയിട്ടുള്ള നമസ്കാരം വേറൊരുത്തൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കി. അപ്പം ആളെ യഥാർത്ഥ വിധിയിൽ മനസ്സിലായി എന്നാണ് മുറാദെങ്കിൽ ഈ ന്യായം നടക്കൂല, കറാഹത്ത് കൂടുകയേ ഉള്ളൂ.
നീട്ടുന്നിടത്ത് തന്നെ നീട്ടൽ സുന്നത്താകണ്ടിക്കിൽ ഈ വന്നയാളുടെ വ്യക്തിത്വം പരിഗണിച്ചുകൊണ്ട് ആവരുത് എന്ന് നിയമമുണ്ട്. അപ്പോൾ കറാഹത്ത് കൂടാനേ വകയുള്ളൂ. അതുകൊണ്ടാണ് ആളുകളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന അവസ്ഥയിലും എന്ത് തന്നെയാണ് കറാത്ത്. പള്ളിയിൽ കടന്നിട്ടുണ്ട്, റുക്കോയിൻ്റെ സമയമാണ്, അല്ലെങ്കിൽ അവസാനത്തെ തഹിയ്യാത്തുമാണ്. പക്ഷെ ഈ വന്നയാളുടെ ബഹുമതി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കാത്തിരിക്കുന്നതെങ്കിൽ എന്തെന്നെ വരും? കറാത്ത് തന്നെ വരും. 260 ഫിമായെത്തി തശ്രീക്കുള്ളത് കൊണ്ട്. തശ്രീക്ക് കാരണം അള്ളാഹുവിൻ്റെ തൃപ്തിയോടൊപ്പം ആരെയും പങ്കെടുപ്പിക്കലായി, ഈ സൃഷ്ടികളെയും പൊരുത്തപ്പെടിക്കലായി. അതുകൊണ്ട് പറ്റൂല, ഹറാമാണെന്ന് ഒരു കൗലുമുണ്ട്. കറാഹത്ത് എന്ന് മാത്രമല്ല, എന്താണ് ഉണ്ട്. വലവ് കസദബിഹി തവദ്ദുദ ഇലൈഹി, ആ വരാനിരിക്കുന്ന നീട്ടൽ കൊണ്ട് അവൻ കരുതിയത് ആരുടെ മഹബത്താണ്? വരുന്നയാളുടെ. എങ്കിൽ കാന ഹറാമൻ, കറാഹത്ത് മാത്രവുമല്ല തന്നെ. അലാമായത്തി 260 ഇമാം ഫൂറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഹറാം തന്നെയാകും. അപ്പോൾ ഇതുകൊണ്ടാണോ വരാനിരിക്കുന്നത് കറാഹത്തായതും ഇവിടെ അല്ല സുന്നത്തായതും ഇവിടെ കറാഹത്ത് ന്യായം പറയാൻ പറ്റോ? അപ്പം അതല്ല. അവില്ലേ ഹസാസു ബിദുഖൂലിഹി, പള്ളിയിലേക്ക് നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട് എന്നറിയലാണോ? വരാനിരിക്കുന്ന മസലയിൽ എന്താണ് ഇതിനേക്കാണ് സിയാദത്തുള്ളത്? അവിടെ മന്ദുവാകണ്ടിക്ക് അവിടെ എന്താണ് ഉള്ളത് എന്ന്. ഒരാൾ അകത്ത് കടന്നിട്ടുണ്ട് എന്നാ അതല്ലേ ഉണ്ടാവില്ലേ? ഒന്നിക്കൽ ഈ വന്നയാളെ മനസ്സിലാകലേ, അതല്ലെങ്കിൽ എന്നാലും ഏതോ ഒരാൾ അകത്ത് കടന്നിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് കിട്ടൽ സുന്നത്താകുമോ? ഇല്ല. പ്രത്യേക സബബ് വേണ്ടേ? ഒരു സിയാദത്ത് വേണം. കടന്നു വന്നയാളുടെ ഹക്ക് ഇതിനോട് ബന്ധപ്പെട്ടു, അവന് എന്തെങ്കിലും നാം നൽകണം, നമ്മളെ പ്രതീക്ഷിച്ച് അവൻ എത്തിപ്പോയി എന്നെല്ലാം ന്യായം കൊടുക്കണ്ടേ? അവൻ അകത്ത് കടന്നു എന്നതാണോ ദലീലി? ഫൽവജു അതൊന്നല്ല. തക്കതായ കാരണം പറ. ഏത് തമ്മിൽ? സുന്നത്തും കറാഹത്തും വരാനുള്ള കാരണം വരാനിരിക്കുന്ന മസലയിൽ കടന്നു വന്നയാള്, വരാനിരിക്കുന്ന മസലയിൽ കടന്നു വന്നയാള് അവൻ ഇമാമിനോട് ചേരൽ കൊണ്ട് അവൻ്റെ ഹക്ക് ശക്തമായി. അവന് ഒരു അവകാശം ഇവിടുന്ന് കിട്ടാനുണ്ട്, ഇമാമിനെ കിട്ടുക എന്ന് പറഞ്ഞത്. താക്കത ഹക്കു, അവൻ്റെ ഹക്ക് ശക്തമായി. എന്താ ഹക്ക്? ഇമാമിനോട് ചേരല്. ഇമാമിനോട് ചെന്ന് ചേരാൻ ഭഗവാന്റെ ഫീമാ ഒന്നിൽ യതവഖഫു ഇന്തിലാറുഹു, ഒരു റുക്കിനിൽ ആ റുക്കിനിലുള്ള ഇന്തിലാറ് തവക്കുഫാണ് റക്കാത്ത് കിട്ടുന്നതിൻ്റെ മേലെ. അത് ഒന്നാം റക്കാത്തിലാകുമ്പോൾ, റക്കാത്ത് കിട്ടുന്നത് റുക്കുവിലാകുമ്പോൾ, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ഫളീലത്ത് കിട്ടുക എന്നതിൻ്റെ മേലെ മുത്തവഖഫാണ്. എവിടെയാകുമ്പോൾ? അവസാനത്തെ റക്കാത്ത് കിട്ടുന്നതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ റുക്കുവിലാകുമ്പോൾ. അവിൽ ജമാഅത്തി അതുകൊണ്ട് ആ മസലയിൽ എന്താക്കപ്പെട്ടു? ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല, അതുകൊണ്ട് കറാഹത്ത് തന്നെ എന്നാണ്. ഇനി മന്ദൂബിലേക്ക് കിടക്കട്ട.
മന്ദൂബാണോ ജവാസാണോ? ഒരു വിഭാഗം ജവാസ് എന്ന് പറഞ്ഞ് ഒഴിവായി. അത് ബാത്തിലും മർദൂദുമാണ്. ജവാസ് എന്ന് പറഞ്ഞാൽ പോരാ, മന്ദൂബ് തന്നെയാണ് എന്ന് സമർത്ഥിക്കാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു. അടുത്ത മസലയെ സംബന്ധിച്ച് ആദ്യം നാം കേൾക്കുക എന്തായിരിക്കും? കറാഹത്തിൽ നിന്ന് ഒഴിവായി, അപ്പോൾ ജവാസ്. പക്ഷേ ജവാസ് പോരാ, സുന്നത്ത് തന്നെയാണ് എന്ന് ശക്തിയുക്തമായി തെളിയിക്കും. മസല ശരിയായി. വലു അഹസ, അഹസ എന്നതാണ് വേണ്ടി, ഹസ്സ അല്ല. അഹസ യുഹിസു അക്രമി ക്രീമാണ്. ഹൽ തുഹിസു മിൻഹും മിൻ അഹദിൻ. സൂറത്ത് മറിയം 98 നിങ്ങൾ അറിയുമോ? ഹൽ തുഹിസു മിൻഹും മിൻ അഹദിൻ. മറിയം സൂറത്ത് 98. ഇമാമ് അറിഞ്ഞാൽ, അത് ഇമാമ് എന്നെന്ത്? അഹസാന്ന് മത്തിനിൻ്റെ ലാഹിർ പോലെ വെച്ചൂടെ? ഒരു വ്യക്തി അറിഞ്ഞാൽ അല്ല, ഒരു വ്യക്തി എന്നല്ല. ഇത് മുൻഫരിദിനെ പറ്റിയല്ല, മഹ്മൂമിനെ പറ്റിയെന്നല്ല ഈ സംസാരം. ഈ മസല ഒട്ടുക്കും ആരെപ്പറ്റിയാണ്? അതുകൊണ്ടാണ് അൽ ഇമാമു. അതെന്തേ അൽ ഇമാമു എന്ന് പറഞ്ഞത്? അതെന്തേ അഹസ എന്നല്ല, ഇമാമ് എന്ന് പറഞ്ഞത് എന്തിന്? ഇത് അൽ ഖിലാഫു വത്തഫ്സീലുൽ ആതി ഇന്നമാ യഅതി ഫീഹി ഇമാമിന്റെ വിഷയത്തിലാണ് ചർച്ച. വഅമ്മാ മുൻഫരിദുൻ, അപ്പോൾ മുൻഫരിദ് അഹസ ബിദാഖിലിൻ, ഒരാൾ എത്തിപ്പെട്ടതായി അറിഞ്ഞു, അയാൾ തുടരുമെന്ന് ഉദ്ദേശമുണ്ട്, എന്നാ പ്രതീക്ഷിക്കുക തന്നെ വേണം, എത്ര നീട്ടിയാലും ശരി. എന്താ കാരണം? ഇത് ലൈസ സമ്മ മയ്യതളറു ബിഹി, എന്താ മയ്യതളറു ബി തത്വീലിഹി എന്നർത്ഥം. എന്തുണ്ടാ? ഇല്ല. ഇപ്പം മുൻഫരിദല്ലേ, പിന്നെ മഹ്മൂമിന് പിന്നെ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ല. മഹ്മൂമിന്റെ പറയണ്ട, മുൻഫരിദ് ഇതിൽ പെടൂല ഈ മസാലയിൽ. എന്നാലും നീട്ടേണ്ടി വരും ചിലപ്പോ. വയൂഖദു മിൻഹു, ഈ പറഞ്ഞതിൽ നിന്ന് പിടിക്കപ്പെടുന്നു, അന്ന ഇമാമർ റാളീന ബിശുറൂത്തിഹിം അൽ മദ്കൂറ കദാലിക, എല്ലാ നിബന്ധനകളും ഒത്തതായ ഇമാമാണെങ്കിൽ ആ ഇമാമിനും എന്താണ്? അന്ന ഇമാമർ റാളീന ബിശുറൂത്തിഹിം അൽ മദ്കൂറ കദാലിക, എന്താണ്? മുൻഫരിദിന്റെ അതേ അവസ്ഥ ആർക്ക് വരും? പൊരുത്തം കിട്ടിയ ഇമാമിന് വരും. ആരെങ്കിലും വന്നാ നീട്ടണം എന്ന് സമ്മതം കൊടുത്ത ജനതയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ആരെ പോലെയാകും? പോലെ നീട്ടാം. ബഹുവ മുത്തജീവൻ, അത് സത്യം തന്നെയല്ലേ? എന്തായാലും ലാബുദ്ദഹുനായി യുസവ്വിയ ബൈനഹും ഫിൽ ഇന്തിലാരി ലില്ലാഹി തആല അയ്ളൻ, വ്യക്തികൾ തമ്മിൽ വേർതിരിക്കാൻ പാടില്ല. എങ്ങനത്തെ ആളായാലും എന്ത് വേണം? ലാബുദ്ദഹുന, ഇവിടെ വേണ്ടി വരും. ലാബുദ്ദഹുന, എന്താ ഹുന എന്ന് പറഞ്ഞാൽ എവിടെയും വേണം. മുൻഫരിദായാലും ശരി, പൊരുത്തം സമ്പാദിച്ചതായ ഇമാമായാലും ശരി, കാത്തിരിക്കുന്നത് പുണ്യകരമാവണ്ടിക്കിൽ ഷർത്താക്കപ്പെടും. എന്ത്? വരുന്നവരെ എല്ലാവരെയും സമമായിട്ട് പരിഗണിക്കൽ. ഒരാളെക്കാൾ എന്താക്കാൻ പാടില്ല, പറ്റൂല. അങ്ങനെ പ്രതീക്ഷിച്ചാൽ കറാഹത്ത് ഒരു കൗലനുസരിച്ച് ഹറാമും വരുന്നുണ്ട്. വ്യക്തി പൂജ വന്നു പോകും. സ്പീഡാക്കാനേ പാടില്ലല്ല. അങ്ങനെ പാപം ചെയ്യല. ഫിർറുക്കോയി, എവിടെയാണ് കാത്തിരിക്കേണ്ടത് അറിഞ്ഞത്. ഒരു റുക്കോയിൽ അല്ലതീ തുതുറക്കു ബിഹി അർറകഅതു, ആ റുക്കോയിലെങ്ങാനും കിട്ടിയാൽ മഹ്മൂമിനെന്ത് എത്തിക്കപ്പെടും? അപ്പൊ റകഅത്ത് പരിഗണിക്കുന്ന റുക്കു ആണെങ്കിൽ അത് അങ്ങനെ ഒരു ചെയ്ത് ഗ്രഹണ നമസ്കാരത്തിലുള്ള രണ്ടാമത്തെ റുക്കു കൊണ്ട് റകഅത്ത് കിട്ടോ?
ഒരു മുക്തദി എന്താക്കി പിൻപറ്റി ഇമാമിനോട് ഗ്രഹണ നമസ്കാരത്തിലുള്ള ഒന്നാം റക്അത്തിലുള്ള രണ്ടാം റുക്കോയിൽ ഒന്നാം റക്അത്ത് കിട്ടോ? അത് പുറത്താക്കാൻ വേണ്ടിയാണ് എന്തായത് ഇത് പുറത്താക്കിയിട്ടുണ്ട് 261 പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു തുതുറക്ക് ബിഹിർ റക്അത്ത് എന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ സിറ് എന്താണ്? ഇഖ്റാജി അർറകഅത്തി സാനിയ ഫിൽ കുസൂഫൈനി. എന്താണ്? അതുകൊണ്ട് ഫായിദയില്ലല്ലോ, കാത്തിരുന്നിട്ട് എന്ത് കാര്യമോ? അത് സാധാരണ ഒരു സുന്നത്ത് എന്നല്ലാണ്ട് റക്അത്ത് പരിഗണിക്കാനുള്ള റുക്കു വേണോ? അതില്ലല്ല, 5 റക്അത്ത് എണ്ണൂലില്ല. അവി തശഹുദിൽ അഖീരി അല്ലെങ്കിൽ ആരെ കൊണ്ടറിഞ്ഞു ഇതാഖിലിൻ, അത് പള്ളി എന്ന് കൈതൊന്നുമില്ല, നമസ്കരിക്കുന്ന സ്ഥലത്ത് അവനെത്തി. യുരീദു അൽ ഇഖ്തിദാ ബിഹി, അവൻ തുടരുമെന്ന് ഉറപ്പുണ്ട്. എന്നാൽ ലം യുക്റഹ് ഇന്തിലാറുഹു ഫിൽ അദ്ഹരി, കാത്തിരിക്കൽ കറാഹത്തിന്റെ പ്രശ്നമില്ല. കാരണം ലിയുദ്രിഹി ബി ഇദ്റാക്കി റക്അത്തി അവിൽ ജമാഅത്തി, നീട്ടാൻ തക്കതായ കാരണം കിട്ടി ഇമാമിന്. ഇവന് റക്അത്ത് എത്തിക്കുക അല്ലെങ്കിൽ ജമാഅത്ത് എത്തിക്കുക എന്ന ന്യായം കൊണ്ട് ഇവന് നീട്ടാൻ വകയായി. കറാഹത്ത് ഒരിക്കലും വരൂല. ഇതിന്റെ അപ്പുറത്തുണ്ടോ എന്നാണ് ചർച്ച. കറാഹത്ത് വരോ? وخرج بفرضه الكلام في انتظاره في الصلاة. وخرج പുറത്തുപോയി بفرضه الكلام في انتظاره في الصلاة. ഇത്രയും ചർച്ച ചെയ്തത് നമസ്കാരത്തിന്റെ അകത്ത് കാത്തിരിക്കുന്നതിനെ പറ്റിയല്ലേ. അതുകൊണ്ട് പോയി ഇന്തിലാറുഹു ഖബ്ലഹാ, മുമ്പ് ഇഖാമത്ത് കഴിഞ്ഞിട്ട് തുടങ്ങാണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നു. വേണമെങ്കിൽ ഇഖാമത്ത് വയ്യ മാറ്റാന്ന് പറയും. ആള് വരട്ടെ. അതോ ബിയൻ ഉഖീമത്ത് ഫൈനൽ ഇന്തിലാറ ഹീനൈദി യഹ്റുമു ഇത്തിഫാഖോ. അവിടെ എന്താണ് കാത്തിരിക്കല്? യഹ്റുമു ഇത്തിഫാഖൻ. എന്താ കണ്ടിട്ടില്ലേ? ആരാണ് ഈ യഹ്റുമു ഇത്തിഫാഖൻ പറഞ്ഞത്? കമാ ഹകാഹുൽ മാവറദിയ്യു വൽ ഇമാമു. 2 കൗലൊന്നും അവിടെ ഉദ്ധരിക്കാൻ പറ്റൂല. പോലും ഒറ്റ കൗലേ ഉള്ളൂ. ഇത്തിഫാഖും ഉണ്ട് കാത്തിക്കല്. വാഖറഹു ഇബ്നു ജിഫാ വഗൈറുഹു. പക്ഷെ അവിടെ അവർ അബദ്ധം പതിയിരിക്കുന്നുണ്ട്. ഇത്തിഫാഖ് എന്നുള്ളത് ഇത്തിഫാഖ് തന്നെയാണ്. യഹ്റുമു എന്ന് പറഞ്ഞത് ബാത്തിലാണ്. യുക്റഹു ഇത്തിഫാഖ് എന്ന മസല. അതുകൊണ്ട് അവരുടെ ഭാഷ നന്നാക്കിയെടുക്കും. ഇപ്പം നന്നാക്കാൻ പോകുന്നുണ്ട്. وخرج بفرضه الكلام في انتظاره في الصلاة. ഏത് ഖറജന്റെ ഫായിൽ ഇന്തിലാറുഹു ഖബ്ലഹാ മിൻ ഖീമത്ത് ഫൈനൽ ഇന്തിലാറ ഹീനൈദി. അവിടെ ഖിലാഫൊന്നും ഇല്ല. അവിടെ യഹ്റുമു വേണ്ടത് ഇഖ്റുവല്ലേ. ഖറാത്തുണ്ടോ ഇല്ല എന്നുള്ളതിലല്ലേ കൗലാനി. പിന്നെ യഹ്റുമു പറഞ്ഞതായി ഇമാം മാവർദി, ഇമാം അൽ ഹറമൈനി, ഇബ്നു റിഫാത്ത് അല്ലേ. ലാക്കിന്നഹുമ എന്ത് തന്നെ ആയാലും ഇവർ രണ്ടാളും, മാവർദി ഇമാമും ഇമാം അൽ ഹറമൈനി, ലം യഹില്ല. ഒരു യഹ്റുമു എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ലം യഹില്ല എന്നാ പറഞ്ഞത്. ലാഹിറുഹു ദാലിക, ലം യഹില്ല എന്നതിൻ്റെ ലാഹിർ ഹറാം എന്നാണ്. അങ്ങനെ വെക്കണമെന്ന് മുറാദുണ്ട്. ലം യഹില്ല എന്ന് ഫിഖിൽ പറഞ്ഞാൽ പക്ഷേ ചില പ്രത്യേക സന്ദർഭത്തിൽ ഒഴികെ ലം യഹില്ല എന്നതിൻ്റെ റാത്ത് കൊണ്ട് ഹറാമാണെന്ന് കിട്ടൂല. ഒരുപോലെയല്ല, ചെയ്യൽ അനുവദനീയമല്ല എന്നാ കിട്ടല്. അപ്പോൾ ഏത് കൊണ്ടും സാദിഖാവും, കറാഹത്ത് കൊണ്ടും സാദിഖാവും. ഇല്ല അന്നഹു മുഷ്കിലുൻ. പക്ഷെ അവർ പറഞ്ഞ മസല എന്താണ്? അതെ, എങ്ങനെ ഹറാം വരുന്നു? മുഅ്മിനീങ്ങൾ ബിസബീലിൻ മിന സ്വലാത്തി, നമസ്കരിക്കാൻ സൗകര്യപ്പെടുമല്ലോ. ബിദൂനിഹി,
ആരെ കൂടാതെ തന്നെ? ഇമാമിനെ കൂടാതെ നിസ്കരിക്കാൻ സൗകര്യമില്ലേ? ഓരോ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഇമാം വന്നാൽ പോലെ. അപ്പോൾ ഈ വന്നയാളെ ബുദ്ധിമുട്ടാക്കുക എന്ന് പറഞ്ഞത് അവിടെ ഉണ്ടാ എന്തേ? അതുകൊണ്ട് എന്നൽ ഹാദിരീന യുംകിനുഹും അസ്സലാത്തു ബിദൂനി ദാലിക്കൽ ഇമാമീൻ ഫലൈസ ഇന്തിലാർ അൽ ഇമാമി ലിഅജ്രി ഗൈരിഹിം മാനിയൻ ലിസലാത്തിഹിം ഫകൈഫ യഹ്റുമു. ഇവർക്ക് നമസ്കരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, വേറെ ആൾ നിന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കോ. പിന്നെ എങ്ങനെ പിന്നെ ഈ കാത്തിരിക്കുന്ന ആളെ കൊണ്ട് ഇവർ ബുദ്ധിമുട്ടാകുന്നുണ്ടാ? പിന്നെ എങ്ങനെ ഹറാം വരുന്നു? ഹറാം വരോ? അതുകൊണ്ട് അതുകൊണ്ട് അത് വേറെ ജവാബാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് വേണം പോലും യുംകിനു ഹംലു ലം യഹില്ല ഹില്ലി അൽ മുസ്തവി തറഫൈനി, ചെയ്യലും ചെയ്യാതിരിക്കലും ഒരേപോലെയാണ് എന്ന ഹലാലി ഇവിടെ വരൂല. പിന്നെ ഉപേക്ഷിക്കൽ നല്ലത് എന്നതിലേക്ക് എത്തണം. മുസ്തവി തറഫൈനിയായ ഹലാല് അല്ല ഇത്. പിന്നെ ഒഴിവാക്കലാണ്. അപ്പോൾ ഇവിടത്തേക്ക് എത്തി ലം യഹില്ല കൊണ്ട് തന്നെ ഇവിടത്തേക്ക് എത്തും. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളും ഉണ്ടല്ലോ. ഹലാല് എന്ന് പറഞ്ഞാൽ ചെയ്യലും ചെയ്യാതിരിക്കലും തുല്യം. ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ മഹിമ അധികമില്ല എന്നല്ലേ? അതല്ല പോലും മുറാദ്. അങ്ങനെയുള്ള ഹലാലല്ല ഇത്. അപ്പൊ ഏതും സാധിക്കായി. അപ്പൊ അങ്ങനെ ചുമത്തിയാ തീർന്ന്. ഒരു യഹ്റുമു എന്ന് പറഞ്ഞെങ്കിൽ അത് അബദ്ധം തന്നെയാവും. യുക്റഹു എന്നാണ് അവർ പറയേണ്ടത്. അവർ പറയേണ്ട ആളും തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ ലം യഹില്ല എന്ന് പറഞ്ഞത് ഉടനെ കൺവേർട്ട് ആക്കിക്കൊള്ളണം. ഏത് മൈനാക്ക് നോക്കുമ്പോഴേക്ക് സുമ്മറായിത്ത് വയലഹും തീർത്ത് കറാഹത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മസലയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയായി, ശരിയായിട്ട് മസാല പൂർത്തിയായില്ലേ?